അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മെയും നമ്മളോട് ഇഷ്ടപ്പെടുന്ന എല്ലാ വിശ്വാസികളെയും അവൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു സൃഷ്ടികൾക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് മഴയും ജലവും. അതില്ലാതെ നമ്മുടെ ജീവിതം അസാധ്യമാണ്. ഭക്ഷണം കഴിക്കാതെ ഒരു മനുഷ്യന് ഒരു മാസം വരെ ജീവിക്കാൻ കഴിയും. പക്ഷെ വെള്ളം ഉപയോഗിക്കാതെ പരമാവധി വന്നാൽ ഒരാഴ്ചയോളം മാത്രമേ ജീവൻ നിലനിൽക്കൂ. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം. വല്ലാതെ പോയാൽ ഒരാഴ്ച മാത്രം. അത് കഴിഞ്ഞാൽ മനുഷ്യൻ മൃത്യു വരിക്കേണ്ടി വരും. കാരണം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ജലത്തിൽ നിന്നാണ്. ആ ജലത്തിൻ്റെ ദൗർലഭ്യം വല്ലാതെ സംഭവിക്കുമ്പോൾ തീർച്ചയായും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിശ്ചലമാകും. മനുഷ്യൻ മരണപ്പെടുകയും ചെയ്യും. മറ്റ് ജീവികളും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് മനുഷ്യജീവൻ അല്ലെങ്കിൽ പൊതുവെ ജീവിവർഗങ്ങളുടെ നിലനിൽപ്പ് ജലത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. ലോകത്തിൻ്റെ 75% വെള്ളമാണെന്ന് നമുക്കറിയാം. അതിൽ തന്നെ വലിയൊരു ശതമാനം ഉപ്പുജലമാണ് സമുദ്രങ്ങളിലുള്ള. മനുഷ്യന് ഉപയോഗിക്കാൻ പര്യാപ്തമായ ശുദ്ധജലം 10% മാത്രമേ ഭൂമിയിലുള്ളൂ. അതിൽ തന്നെ ഏകദേശം 7% വലിയ പർവ്വതങ്ങളിൽ ഘനീഭവിച്ച ജലമായി, എന്ന് വെച്ചാൽ മഞ്ഞുകളായി, വലിയ ഹിമപാളികളായി നിലകൊള്ളുകയാണ്. പിന്നീടുള്ള ഈ ഒരു 3% ജലം കൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജലത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും ധാരാളം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മാ എന്ന രീതിയിൽ തന്നെ ജലത്തിൻ്റെ യഥാർത്ഥ അറബി പ്രയോഗമാകുന്ന ഈ മാ 33 ഇടങ്ങളിൽ പ്രയോഗിക്കുന്നത് കാണാം. അതിൽ മനുഷ്യൻ്റെ ജീവൻ ഉത്ഭവിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്നതടക്കം മനുഷ്യൻ്റെ ജീവിതവുമായി ജലത്തിനുള്ള ബന്ധത്തെയും സമൂഹങ്ങളും സംസ്കൃതികളും ഇതുമായി കെട്ടുപെട്ട് ജീവിക്കുന്നതിനെയും കൃത്യമായി വ്യവച്ഛേദിക്കുന്നുണ്ട്. മാനവികത അല്ലെങ്കിൽ നാഗരികത രൂപപ്പെടുന്നത് ജലസ്രോതസ്സുകൾക്കടുത്താണെന്ന് നമുക്കൊക്കെ അറിയാം. ചരിത്രം മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പ്രാചീനമായ നാഗരികത ഈജിപ്ഷ്യൻ നാഗരികതയാണ്. അത് അന്നത്തെ ഈജിപ്തിൻ്റെ തലസ്ഥാനമാകുന്ന മെംഫിസിനെ ആശ്രയിച്ചായിരുന്നു, അല്ലെങ്കിൽ അവിടെയായിരുന്നു നിലകൊണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, ആ നാഗരികത നൈലിൻ്റെ സന്താനമായിരുന്നു. നൈൽ നദി എന്ന വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ആ വിശുദ്ധമായ നദിയുടെ പരിസരത്തായിരുന്നു ലോകത്തെ ആദ്യത്തെ നാഗരികത രൂപപ്പെടുന്നത്, ഈജിപ്ഷ്യൻ നാഗരികത. രണ്ടാമതായി ഏറ്റവും പ്രാചീനതമമായ നാഗരികത ഏതാണ്? മെസോപ്പൊട്ടേമിയ, ഇന്നത്തെ ഇറാഖ്, ഇറാൻ മേഖലയിലുള്ളത്. അത് ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും പരിസരത്താണ് രൂപപ്പെട്ടത്. മൂന്നാമതായി ഏറ്റവും പഴയ നാഗരികത സിന്ധു നദീതട സംസ്കാരമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള, ഇപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ പാകിസ്ഥാനിലുള്ള ആ സിന്ധു നദീതട സംസ്കാരം. അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, സിന്ധു നദിയുടെ പരിസരത്തുണ്ടായതാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ജീവിതം സാധ്യമാവണമെങ്കിൽ തീർച്ചയായും വെള്ളമുണ്ടായേ പറ്റൂ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വരാനുള്ളത് പാറാൻ ഭൂമിയിലാണെന്ന് പഴയ നിയമം ബൈബിളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ മക്ക. ആ മക്ക ജലശൂന്യമായിരുന്നു, ജനശൂന്യമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിൻ്റെ മുന്നോടിയായി മക്കയിൽ ഒരു നാഗരികത രൂപപ്പെടണം. അതിനുവേണ്ടിയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മക്കയുടെ നിർജ്ജന ശൂന്യതയിൽ ഉപേക്ഷിച്ചു പോകുന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ കൃത്യമായ നിശ്ചയം പുലരുന്നു. അവിടെ സംസം എന്ന് പറയുന്ന ഉറവ പൊട്ടി ഒഴുകുന്നു. അതൊരു തടാകമായി ഹജറ ബീവി കെട്ടി നിർത്തുന്നു. തീർച്ചയായും മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞുകൊണ്ടിരിക്കുന്ന പറവകൾ അതിന് ചുറ്റും വട്ടം കറങ്ങുന്നു. അവർ വെള്ളം കുടിക്കുന്നു. ദൂരയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജുർഹും ഗോത്രക്കാർ ഈ പക്ഷികൾ വട്ടമിട്ട് കിടക്കുന്നത് ശ്രദ്ധിക്കുന്നു. അവരുടെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് അവിടെ ജലമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെത്തിച്ചേരുന്നു. ഹജറ ബീവിയോട് സമ്മതം ചോദിച്ച് അവർ ആ ജലത്തിൻ്റെ ഉപഭോക്താക്കളായി അവിടെ താമസം തുടങ്ങുന്നു. അങ്ങനെ അറേബ്യൻ നാഗരികത രൂപപ്പെടുന്നു. മാനവ ചരിത്രത്തിൽ നാഗരികതകളെയും മനുഷ്യൻ്റെ ഏത് സംസ്കാരത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ജലമാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ജലത്തെ വലിയ പ്രാധാന്യത്തോടു കൂടെയാണ് മതം കാണുന്നത്. അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ തെളിവായി ഖുർആനിൽ കാണാം. അള്ളാഹുവിൻ്റെ ശക്തി വൈഭവത്തിൻ്റെ പ്രമാണമായി കാണാം. അപ്രകാരം തന്നെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുദാഹരണമായി മഴയും മഴയുടെ അനുബന്ധമായി ഈ ഭൂമി ലോകത്തുണ്ടാകുന്ന സജീവതയും ഖുർആൻ മുന്നിൽ വെക്കുന്നത് കാണാം. എന്തായാലും കേരളത്തിൽ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായാണ് കേരളത്തിൽ പ്രധാനമായും മഴ ഉണ്ടാവുക. ജൂണിൽ തുടങ്ങുന്ന കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്ന് പറയുന്ന, അത് മലയാള മാസപ്രകാരം ഇടവം പകുതി മുതലാണ് ആരംഭിക്കുക. അതുകൊണ്ടാണ് ഇടവപ്പാതി എന്ന് പേര് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാലവർഷം അത് നമുക്കറിയാവുന്നതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വഴിയാണ് രൂപപ്പെടുന്നത്. അറബിക്കടലിൽ നിന്നുണ്ടാകുന്ന കാറ്റ് വഴിയാണ് അത് കേരളത്തിൽ സജീവമാകുന്നതും ഏകദേശം ഈ വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതലായി ലഭ്യമാകുന്നത്. രണ്ടാമത് നവംബറിൽ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന ഈ വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ സഹായത്താൽ രൂപപ്പെടുന്ന മഴക്കാലം. അതിൻ്റെ ഇടയിൽ വേനൽ മഴയുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മഴകളൊക്കെ ഉണ്ട്. പുതിയ കാലത്ത് കൃത്യമായ രീതിയിൽ ഈ പ്രകൃതിയുടെ നമ്മൾ ഇതുവരെ കണ്ടുവരുന്ന ശൈലികളൊന്നും ഉണ്ടാവാറില്ലെങ്കിൽ പോലും പലപ്പോഴും ന്യൂനമർദ്ദം വരുന്ന സമയത്ത് മഴ വരിക എന്നുള്ളതാണ്. അത് പതിവിൽ കൂടുതലായി സംഭവിച്ച് പലപ്പോഴും പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ കൊണ്ടുണ്ടാകുന്ന അത്തരം കെടുതികളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ജലം അള്ളാഹു വർഷിപ്പിക്കുന്നത് മനുഷ്യന് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായാണ്. ആ ജലത്തിൻ്റെ സ്വാധീനമില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതവും നാഗരികതയും ദുർബലമാകും. പരിശുദ്ധ ഖുർആനും ഹദീസും മുന്നിൽ വെച്ച് മഴയെക്കുറിച്ചും ജലത്തെക്കുറിച്ചും നമ്മൾ ചിലത് സംസാരിക്കുകയാണെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ജലം സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നത്. എങ്ങനെയൊക്കെ ജലം സംരക്ഷിക്കണം? നമ്മളെ കൊണ്ടാകും വിധത്തിലൊക്കെ. പരിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ചിലതൊക്കെ പരിശുദ്ധ ഖുർആൻ ചില മോഡലിന് പറയും, ബാക്കിയുള്ളത് നമ്മളെ ഏൽപ്പിക്കും. അതിനുള്ള ചിന്തയും വിവേകവും ബുദ്ധിയും നൽകും. മതപരമായി പരലോകവുമായി ബന്ധപ്പെട്ട് റബ്ബിൽ നിന്ന് കിട്ടേണ്ട ഹുക്കുമുകളാണ് പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി വിശദീകരിക്കുക. മറ്റേ നിങ്ങൾക്ക് ബുദ്ധി തന്നില്ലേ, നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രേരണ ഖുർആനിൽ ഏറ്റവും കൂടുതലായി കാണാം. അപ്പോൾ ആധുനികമായി നമുക്ക് ലഭ്യമാകുന്ന പഠനങ്ങളൊക്കെ അനുസരിച്ച് എത്രയൊക്കെ നമുക്ക് ഈ ജലം സംരക്ഷിക്കാൻ പറ്റുമോ അത്രയ്ക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, സൂക്ഷ്മമായി ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ജലം ധാരാളമായി ലഭിച്ച് ശീലിച്ചതുകൊണ്ട് അത് അമിതമായി ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഒരു രീതി കൂടെയുണ്ട്. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ ജലം സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ 1 മിനിറ്റിൽ 1 തുള്ളി ഇറ്റുന്ന ടാപ്പുണ്ടെങ്കിൽ ആ ടാപ്പ് നിർബന്ധമായും പുനഃസ്ഥാപിക്കുകയോ അതിൻ്റെ കുഴപ്പം തീർക്കുകയോ വേണം. 1 തുള്ളിയല്ല ഇറ്റുന്നുള്ളൂ എന്നുള്ളത് വിചാരം നമുക്കുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? വെള്ളം അള്ളാഹു എങ്ങാനും പിൻവലിച്ചാൽ പിന്നെ ആര് കൊണ്ടുവന്ന് തരുമെന്ന് ഖുർആനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സൂറത്തുൽ മുൽക്കിൻ്റെ 30-ാമത്തെ വാക്യം അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും.
നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധവെള്ളം അള്ളാഹു എങ്ങാനും വറ്റിച്ച് കളഞ്ഞാൽ ഇറൻ അത് വറ്റിപ്പോയാൽ ആര് നിങ്ങൾക്കത് കൊണ്ടുവന്നു തരും? ഉത്തരല്ല. 10 വർഷത്തിലേറെ മഴ പെയ്യാത്ത കുറേ നാടുകളുണ്ട് ലോകത്ത്. ശാസ്ത്രീയ സംവിധാനങ്ങൾ എത്രമേൽ മികച്ചിട്ടും അവർക്ക് ആവശ്യമായ രീതിയിൽ ജലം കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആധുനിക രീതിയിൽ ചില മഴ പെയ്യിപ്പിക്കൽ ശ്രമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും മനുഷ്യന്റെ ഭീമമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ ഭീമമായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ അതുകൊണ്ട് സാധ്യമല്ല. മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി അതിൽ ചില പ്രത്യേക രാസപദാർത്ഥങ്ങൾ വിതറി മഴ പെയ്യിപ്പിക്കുന്ന ശൈലിയൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനം മനുഷ്യന്റെ ഏറ്റവും ഭീമമായ ആവശ്യം ഭൂമിയുടെ, മൃഗങ്ങളുടെ, മറ്റ് ജീവജാലങ്ങളുടെ ആവശ്യം തീർക്കാൻ അത്തരം കൃത്രിമ മഴ പര്യാപ്തമേ അല്ല. ഒന്ന്. രണ്ടാമത് അതിന് കോടിക്കണക്കിന് രൂപ ചെലവ് വരും. അപ്പോഴാണ് റബ്ബിന്റെ ഈ ചോദ്യത്തിന്റെ പ്രസക്തി നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹു എങ്ങാനും നിങ്ങളുടെ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ശുദ്ധവെള്ളം ആര് കൊണ്ടുവന്ന് തരും? അതുകൊണ്ട് ജലത്തിൻ്റെ ഉപയോഗത്തിൽ വളരെയേറെ ശ്രദ്ധ വേണം. ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ നമ്മളത് പരിശീലിപ്പിക്കുകയും വേണം. പ്രത്യേകിച്ച് കേരളക്കാർ ധാരാളമായി സോപ്പ് തേക്കൽ നമ്മുടെ ഒരു രീതിയാണ്. ഈ സോപ്പ് തേക്കലും ശരീരമായിട്ടുള്ള ബന്ധം എന്താണ്? പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജീവാണുക്കളെ മൊത്തം കൊന്നു കളയുന്നതാണ് സോപ്പുകൾ. അതെങ്ങനെയൊക്കെ പതിപ്പിക്കണം, എത്രയൊക്കെ ഉപയോഗിക്കണം, ഒരു മാനദണ്ഡമല്ല. തേച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. പിൻവലിയണം. നമ്മൾ സോപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടോട്ടൽ ഫാറ്റ് മാറ്റർ, TFM എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടാവും. ആ സംഭവം 70-ൽ മുകളിലുള്ളതേ മേടിക്കാൻ തന്നെ പറ്റും. ശരിക്കും 80-ന്റെ മുകളിലുള്ള സോപ്പാണ് വാങ്ങേണ്ടത്. ആ 80-ന്റെ മുകളിലുള്ള സോപ്പ് കേരളത്തിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. അത് 76 മുതലുള്ളതാണ് ശരാശരി നമ്മൾ ഉപയോഗിക്കേണ്ടത്. 70-ന്റെ മുകളിലുള്ളതല്ലാതെ ഉപയോഗിക്കാനേ പാടില്ല. എന്നാൽ കേരളത്തിൽ ലഭ്യമായ ഒട്ടുമിക്ക സോപ്പുകളും അതിൻ്റെയൊക്കെ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്പർ പ്രസിദ്ധീകരിക്കൂല. പ്രസിദ്ധീകരിച്ചാൽ തന്നെ കുറേ അക്ഷരങ്ങൾക്കിടയിൽ വളരെ ചെറിയ, നല്ല കണ്ണട വെച്ചാൽ പോലും വായിക്കാൻ പറ്റാത്ത അത്ര ചെറിയ ലെറ്ററിലാണ് അവരത് കൊടുക്കുക. പലപ്പോഴും നമ്മൾ കൂട്ടി വെച്ച് വെക്കുന്ന സോപ്പുകളൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാ ഞാൻ അത് പറയണത്? സോപ്പ് ധാരാളം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം വെള്ളം വേണ്ടി വരും. ഒരു സാഹ് വെള്ളം കൊണ്ട് നിർബന്ധമായ കുളിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണത് സംഭവിക്കുക? നമ്മുടെ മഹല്ലി പോലെയുള്ള കിതാബുകളിലൊക്കെ പറയുന്നുണ്ട്. ആദ്യം വെള്ളത്തിൽ സ്പർശിച്ച് ശരീരമാസകലം ഇങ്ങനെ തേക്കുക എന്നാണ്, ഒരു ഈർപ്പം വരുത്തുക. അങ്ങനെ വരുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായാലും തന്നെ ഒഴുകി എല്ലായിടത്തും എത്തും. നേരെ മറിച്ച് ഉണങ്ങി നിൽക്കുന്നിടത്ത് വെള്ളം ഒഴിച്ചാൽ അതങ്ങനെ ചിലപ്പോൾ കുറച്ച് ഭാഗത്തൂടെ അതാണ് ഒഴുകിപ്പോകും. ജലം കിട്ടാതെ വരുന്ന സമയത്ത് ഒരു സോഡ കുപ്പി മേടിച്ച് അതിൻ്റെ ടോപ്പ് തുറന്ന് ഗ്യാസ് കളഞ്ഞ് അതുകൊണ്ട് കുളിച്ച ഒരു ജോലിക്കാരൻ ആ ദൈന്യതയുടെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ നേരിട്ട് ഓർക്കുകയാണ്. തൃശ്ശൂരുകാരൻ. അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പം നമ്മൾ ഈ കിതാബ് ഓതുന്ന സമയത്ത് എങ്ങനെ ഒരു സാഗ് വെള്ളം കൊണ്ട് കുളിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ അത്ഭുതപ്പെടുമ്പോൾ ഒരൊറ്റ സോഡക്കുപ്പി വെള്ളം കൊണ്ട് കുളിച്ച നമ്മുടെ കാലത്ത് ജീവിച്ച ഒരു തൊഴിൽ ക്യാമ്പിൽപ്പെട്ട്, തൊഴിലാളികളുടെ ക്യാമ്പിൽപ്പെട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് അവസാനം കുളിക്കാൻ വേണ്ടി സോഡക്കുപ്പി ഉപയോഗിച്ച ആളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ആദ്യം വേണ്ടത് നമ്മൾ ജലം പരമാവധി ശ്രദ്ധിച്ചുപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ ഒളു എടുക്കുകയാണെങ്കിൽ പോലും 3-ലേറെ ഇസ്റാഫ് എന്ന തലത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനാണത്. നമ്മൾ ഈ പള്ളി പോലെയുള്ള പൊതുവാക്കപ്പെട്ട ജല സ്രോതസ്സുകളിൽ നിന്ന് ഒളെടുക്കുമ്പോൾ 3-ലേറെ ഉപയോഗിക്കൽ ഹറാമാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ 3-ലേറെ ആകുമ്പോൾ കറാഹത്ത് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. പൊതുവാക്കപ്പെട്ട
പള്ളിയിലുള്ള അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടി പഞ്ചായത്ത് വെച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് പൊതുവായി ഉപയോഗിക്കാൻ വേണ്ടി വെച്ച അത്തരം സ്രോതസ്സുകളിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ ഈ ഇസ്റാഫ് അമിതത്വത്തെ കുറിച്ച് ധാരാളമായി നമ്മൾ ആലോചിക്കണം. അതിൽ വന്നങ്ങനെ കാലിൽ വെള്ളം മുക്കി വെച്ചുകൊണ്ടിരിക്കുക, അല്ലെ കഴുകിയത് പിന്നെയും കഴുകുക, അவ்விധം ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നുള്ളത് പാടില്ല. രണ്ടാമത്തേത്, ജലം സൂക്ഷിക്കാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ജലസംഭരണി തുടങ്ങണമെന്ന് പഞ്ചായത്തിൽ നിന്ന് നിയമം വന്നാൽ എങ്ങനെയെങ്കിലും അതിനെ തോപ്പിക്കാൻ വേണ്ടി വാർഡ് മെമ്പർ സോപ്പിട്ട് നമ്മുടെ വീടിന് നമ്പർ മേടിച്ചെടുക്കുക എന്നുള്ളതല്ല. അത് പഞ്ചായത്തിൻ്റെ കൽപ്പന മാത്രമല്ല, പരിശുദ്ധ മതത്തിൻ്റെ കൽപ്പന കൂടെയാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി, ഭൂഗർഭജലം താഴ്ന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലൊക്കെ മീറ്ററുകൾ താഴ്ന്നു. അതിനെ പരിപോഷിപ്പിക്കാൻ പറ്റും വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണം. ആ മുറ്റങ്ങളൊക്കെ കോൺക്രീറ്റ് ആയി, റോഡുകളെല്ലാം ടാറിട്ടു, പാടങ്ങളെല്ലാം നികത്തി വീട് വെച്ചു, കെട്ടിടങ്ങളുണ്ടാക്കി. പാടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭൂമിയുടെ അരിപ്പകളാണ്. വെള്ളം ഭൂമിയിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങുന്ന സാധനങ്ങൾ. ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്യപ്പെട്ട് കേരളത്തിൻ്റെ ഭൂഗർഭജലം വളരെ കുറഞ്ഞു വരുന്നു. പരമാവധി ഇടങ്ങളിൽ വെള്ളക്കുഴികൾ തീർക്കുക, അതിൽ വെള്ളം കെട്ടി നിന്ന് ഭൂമിയിലേക്ക് ഊർന്നു പോകണം. വേനലാവുമ്പോഴേക്ക് വറ്റുന്ന കിണറിൻ്റെ ഒക്കെ അടുത്ത് ഏകദേശം ഒരു 5-6 മീറ്ററിൻ്റെ അടുത്ത് 1 മീറ്ററോളം ആഴമുള്ളൊരു കുഴി കുഴിച്ച് നമ്മുടെ റൂഫിൽ നിന്നുള്ള വെള്ളം അതിൽ കൊണ്ടുപോയി ചാടിച്ചു നോക്കും. 2 വർഷം കൊണ്ട് ആ കിണറിൻ്റെ വറ്റുക എന്ന പ്രവണത മാറും. അത് വായിച്ചറിവ് മാത്രമല്ല, അനുഭവിച്ചൊരു കാര്യം കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു സബ്ജക്റ്റീവായ വിഷയം ആയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ലാസ്റ്റ് ആകുമ്പോഴേക്ക് കിണർ അടി കാണുന്നൊരു രീതിയായിരുന്നു എൻ്റെ കിണറിനൊക്കെ, എൻ്റെ വീട്ടിലുള്ള കിണറിനൊക്കെ. എവിടുന്നോ വായിച്ച അനുഭവം വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ശേഷം അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ ഏറ്റവും ലാസ്റ്റ് വേനലിൽ പോലും 1, 2, 3 നിലക്ക് വെള്ളം ഉണ്ടാവും. പല വർഷങ്ങളിൽ വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്കത് കഴുകി വൃത്തിയാക്കാൻ സാധിക്കാറില്ല, കാരണം ആ വേനൽക്കാലത്ത് അത്രയും വെള്ളം അടിച്ച് പുറത്ത് കളയാൻ കുറേ ആളുകൾ ആശ്രയിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടല്ലേ. ഈ വർഷവും അൽഹംദുലില്ലാ ചുരുങ്ങിയത് 2 ആളിലേറെ വെള്ളം ഈ ലാസ്റ്റ് വേനലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യാൻ ആ ഭാഗത്ത് അതുമാത്രമല്ല ഗുണം, ആ പരിസരത്തുള്ള ഏകദേശം 10-20 മീറ്ററുള്ള തെങ്ങുകൾ, വൃക്ഷങ്ങളൊക്കെ നല്ല സജീവമായിട്ട് വലുതാവും. അള്ളാഹു നൽകുന്ന വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നേരെ മറിച്ച് അത് ഭൂമിയിൽ കേന്ദ്രീകരിക്കാൻ പറ്റിയാൽ ഈ വീഴുന്ന വെള്ളം മൊത്തം ഭൂമിയിലേക്ക് ഊർന്ന് ഇറങ്ങിപ്പോയാൽ ആ പരിസരം മൊത്തം ഈർപ്പമുള്ള മണ്ണായിത്തീരും. അതിൽ നിന്ന് വേനൽക്കാലത്തും മറ്റും കിണറിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ പരിസരത്തുള്ള തെങ്ങും കഴുങ്ങും മറ്റു ഫലവൃക്ഷങ്ങളെല്ലാം സമൃദ്ധമായി വളരുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം സൂക്ഷിക്കുക എന്നതിനപ്പുറം വെള്ളം ആർക്കും തടഞ്ഞു വെക്കാൻ പാടില്ല. വെള്ളം, ഉപ്പ്, തീ ഹദീസിൽ കാണാം. ഇതെല്ലാവരുടേതുമാണ്, പൊതുവാണ്. അപ്പോൾ ഒരുത്തൻ്റെ ആവശ്യം കഴിഞ്ഞുള്ള വെള്ളം ഒരിക്കലും അത് തടഞ്ഞു വെക്കാൻ പാടില്ല, ആവശ്യക്കാർക്ക് നൽകിയിരിക്കണം. അതുകൊണ്ടാണ് വെള്ളം വിൽപ്പന നടത്തുന്നതിനെ കുറിച്ചൊക്കെ ചില പണ്ഡിതന്മാർ എതിര് പറയും. അതുകൊണ്ട് വെള്ളം പൊതുവാണ്, അത് ആവശ്യത്തിലപ്പുറമുള്ള ആൾ മറ്റുള്ള ആൾക്ക് കൊടുത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൻ്റെ ദൈന്യതയിൽ പടച്ച റബ്ബ് അവരോട് ആശ്വാസപ്രദമായി സംസാരിക്കില്ല, അവരിലേക്ക് കാരുണ്യത്തിൻ്റെ ദർശനം നടത്തൂല, അവരൊരിക്കലും സംസ്കരിക്കില്ല, അവർക്ക് അദാബുൻ അലീം, വളരെ കഠോരമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആമുഖം പറഞ്ഞിട്ട് 3 പേരെ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിക്കുന്നതിൽ ഒന്നാമൻ, റജുലുൻ അലാ ഫളലി മാഇൻ ബതരീഖൻ യംനഉ മിൻഹു ബിനസ്സബീൽ. ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജലം ഉണ്ട്, വെള്ളമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തെക്കാളും കൂടുതലുണ്ട്. ഫളൽ,
വഴിയാത്രക്കാരയാൾ അതിൽ നിന്ന് തടയുന്നു, അവർക്ക് നൽകൂല. ഇങ്ങനത്തെ ആൾ അള്ളാഹു തആല കാരുണ്യം നൽകില്ല, അള്ളാഹു അവനോട് സംസാരിക്കില്ല, അവനൊരിക്കലും സംസ്കരിക്കില്ല, അവന് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നൽകും. പിന്നെ രണ്ടുപേരെ കൂടെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദുന്യാവിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ട് ഒരാൾ ഇടപാട് നടത്തുന്നു, പിന്നെ അയാൾ ഇഷ്ടപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ കരാറ് പാലിക്കും, ഇല്ലെങ്കിൽ അയാൾ കരാറ് പാലിക്കൂല. ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ദുന്യാവിൻ്റെ കാര്യത്തിൽ ഒരാളുമായി കരാറിൽ ഏർപ്പെടുന്നു. ഇയാളെ വിചാരിച്ച രീതിയിൽ ഈ കരാറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് മൂപ്പന് അനുകൂലമായിരിക്കും. അല്ലേ അയാൾ എങ്ങനെയെങ്കിലും കരാറ് ലംഘിക്കും. ഇയാളാണ് ഒരാൾ. മറ്റൊരാള് അസർസ്കാരത്തിന് ശേഷം കുറഞ്ഞ സമയം എന്നുള്ളതിനെ പ്രതികരിക്കാൻ റസൂൽ അങ്ങനെ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം, ഒരു മനുഷ്യനോട് ഒരു ചരക്കിൻ്റെ വിഷയത്തിൽ അയാൾ വിലപേശിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനു വേണ്ടി അയാൾ കള്ളം പറയും, എനിക്കത് ഇന്ന വിലക്കൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സാധാരണ നടക്കുന്ന ചില സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന കടയിൽ പോയപ്പോൾ, ഇന്ന സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അതിന് ഇത്രയിരുന്നല്ല വില. ഞാനിപ്പോൾ ഒരാഴ്ച മുമ്പ് ഇത് വാങ്ങിയല്ല, അന്ന് ഇതിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, നീ എന്താ 50 വെക്കണം? ഇങ്ങനൊക്കെ പറഞ്ഞ് അനാവശ്യമായ കാര്യങ്ങളും കള്ളത്തരവും പറഞ്ഞ് വിലപേശി ഒരു വസ്തുവിൻ്റെ മൂല്യം കുറച്ച് ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ. കൂട്ടത്തിൽ അതുകൂടെ സൂചിപ്പിച്ചു എന്നുള്ളൂ. നമ്മൾ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടത് ആദ്യം പറഞ്ഞത്. ഒരാളുടെ കയ്യിൽ ജലമുണ്ട്. നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ നല്ല വെള്ളമുള്ള കിണറുകൾ കാണും, തീരെ ഇല്ലാത്തതും കാണും, പറപ്പുറത്ത് ജീവിക്കുന്നവരുണ്ടാകും. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടുമ്പോൾ പോലും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് അവരെ തട്ടിവിടുന്ന ആളുകളുണ്ടാകും. അവരല്ലാഹു ഒരിക്കലും നോക്കൂല. അവർക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകമായി മഗ്ഫിറത്ത് അല്ലെങ്കിൽ സ്വർഗം പോലത്തതൊന്നും തയ്യാറാക്കൂല, മറിച്ച് അവർക്ക് ശക്തമായ അദാബ് നൽകുമെന്ന് അള്ളാഹു പറയുന്നു. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മത കാണിക്കണം എന്ന് പറയുന്നത്. ഈ കുളിക്കേണ്ടതൊക്കെ എങ്ങനെയെന്ന് ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ പഠിപ്പിക്കണം. നമ്മൾ നല്ല ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു സോപ്പും ഒരു വലിയ ബക്കറ്റ് വെള്ളം കൊടുത്തു നോക്കും. ആ കുട്ടി വയറന്നെ കഴുകുള്ളൂ. കഴുകി വയറ് കഴുകി പിന്നെയും സോപ്പ് വെച്ച് പിന്നെയും കഴുകി. പക്ഷെ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ കുളിക്കേണ്ടത്. ടവറിൽ നിന്ന് 5-6 സ്ഥലത്തുനിന്ന് ഒന്നിച്ച് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് കുറേ നേരം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ വാക്ക് സൂറത്തുൽ മുൽക്കിലെ 30-ാമത്തെ വചനം നമ്മൾ ഓർക്കുക. ലോ അസ്ബഹ മാഉകും ഗൗറൻ ഫമയതികും ബിമാഇൻ മഈൻ. ഈ നകളിപ്പ് കാണിക്കുന്ന ജലധാര പടച്ച റബ്ബ് പിൻവലിച്ചാൽ പിന്നെ ആരത് കൊണ്ടുവന്ന് തരും? അതുകൊണ്ട് മതത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം. ഇനി ചില ഖുർആനുമായി ബന്ധപ്പെട്ട മഴയുമായി ഖുർആൻ്റെ ചില പരാമർശങ്ങൾ നമുക്ക് നോക്കി ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഒന്ന്, സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ വചനത്തിലാണ് ആദ്യമായി മഴയെക്കുറിച്ച് പറയുന്നത്. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇത് മഴയുടെ ഒരു വലിയ ഉപയോഗത്തെ അള്ളാഹു പറയണം. വഅൻസല മിനസ് സമാഇ മാഅൻ, ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു വെള്ളം വർഷിപ്പിച്ചു, മഴ പെയ്പ്പിച്ചു. വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ഈ മഴ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് ഇത്ര വലിയ നിഅമത്ത് നൽകിയ അള്ളാഹുവിനോട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഒരിക്കലും പങ്കുകാരെ വെക്കരുത്, അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും നിങ്ങൾ ആരാധന അർപ്പിക്കരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദിന് തെളിവായിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ പരാമർശിക്കുന്നത്. ഇവ 2 ദൈവങ്ങളുടെ സങ്കല്പിക്കുക. ഒരാൾ മഴ വർഷിപ്പിക്കുന്നു, മറ്റൊരാളത് വേണ്ടെന്ന് ബാൻ ചെയ്യുന്നു. ഭൂമിയിൽ കലാപമുണ്ടാവും, പ്രകൃതി താറുമാറാവും. ഒരു ദൈവം മഴ വർഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തുല്യശക്തിയിലുള്ള മറ്റേ ദൈവം അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ കലാപങ്ങളുണ്ടാവും, ഭൂമി ഫസാദിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലൗ കാന ഫീഹിമാ ആലിഹ ഇല്ലല്ലാഹ് ലഫസദതാ.
ആകാശഭൂമിയിൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ് അല്ലെങ്കിൽ കുറേ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും ഫസാദാകുമായിരുന്നു, അത് രണ്ടും തകരുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ തെളിവാണ് കൃത്യമായ രീതിയിൽ ജലം വരുന്നത്. അള്ളാഹു ജലം വർഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, തുല്യ രീതിയിലുള്ള വേറെ ദൈവമുണ്ടെന്ന് വെറുതെ സങ്കല്പിക്കുക, അയാൾ അതിനെ ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഇവിടെ പ്രകൃതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ കൃത്യമായി ഇതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബ് ഏകനാണ് എന്നതിൻ്റെ തെളിവാണ്. ആകെയുള്ളൊരു സാധ്യത രണ്ടോ അതിലധികമോ ദൈവങ്ങളുണ്ടെങ്കിൽ അവർ പരസ്പരം ഒരു കോംപ്രമൈസിലെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പല കക്ഷികൾ ചേർന്ന് മുന്നണി ഭരിക്കും. അപ്പോൾ അവർക്കൊരു പൊതു മിനിമം പരിപാടി ഉണ്ടാവും. അതേപ്രകാരം രണ്ട് ദൈവങ്ങൾ ചേർന്നിട്ട് ഒരു പൊതു മിനിമം പരിപാടിയിൽ ഏർപ്പെടുക. ഞാൻ മഴ വർഷിപ്പിക്കുമ്പോൾ നീ തടയരുത് എന്ന് പറയും. അങ്ങനെ ഒരു കരാറായി മുന്നോട്ട് പോവുക എന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏക മാർഗം. പക്ഷേ ഒരാളെ ഏതെങ്കിലും അർത്ഥത്തിൽ അംഗീകരിക്കുന്നവൻ, അയാൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നവൻ, വിധേയപ്പെടുന്നവൻ ഒരിക്കലും ദൈവമാവൂല. കാരണം സർവശക്തനാവണം ദൈവം. ആരെങ്കിലും ഒതുക്കുന്നവനോ നിയന്ത്രിക്കുന്നവനോ ആകരുത്. ഏതെങ്കിലും ഒരാളുടെ തീരുമാനപ്രകാരം പ്രവർത്തിക്കേണ്ടവനാകരുത്. അങ്ങനെ വരുമ്പോൾ ദൈവമല്ലാന്ന് വരും. കാരണം എല്ലാത്തിനും കഴിവുള്ള, ഒരാളും തോൽപ്പിക്കാത്ത അതിശക്തനാവണം ഇലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ തെളിവായി സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ വചനത്തിൽ മഴയെയാണ് അള്ളാഹു പറയുന്നത്. മനുഷ്യന് പുനരുദ്ധാനത്തിൻ്റെ ദാർശനിക യുക്തി പഠിപ്പിക്കാനും മഴയെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഖാഫിൻ്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. വൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി നബാത്തിൻ വഹബ്ബൽ അസീദ്. അങ്ങനെ പറഞ്ഞ് അവസാനം കദാലിക്കൽ ഖുറൂജ്, ഇങ്ങനെയാണ് പുറപ്പാടും. എങ്ങനെ? വളരെയേറെ തകർന്ന് മരിച്ചു കിടക്കുന്ന ഒരു നാമ്പ് പോലുമില്ലാത്ത ഈ ഭൂമിയിലേക്ക് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ഒരു 2 ദിവസം ആകുമ്പോഴേക്ക് പുല്ല് മുളക്കാൻ തുടങ്ങുന്നു, സജീവമാകുന്നു, മൊത്തം ഹരിതാഭമാകുന്നു, വിവിധ മരങ്ങളും ചെടികളും രൂപപ്പെടുന്നു. ഇപ്രകാരമാണ് ഖുറൂജ്, പുനരുത്ഥാനമെന്ന് നമുക്ക് ഉദാഹരണമായി അള്ളാഹു പറയുന്നു. എന്നുവെച്ചാൽ മനുഷ്യൻ മരിക്കുന്നു, കബറടിയുന്നു, അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചവരല്ലാത്തവരെല്ലാം മണ്ണടിഞ്ഞു പോകുന്നു, പൂർണ്ണമായി മണ്ണായി മാറുന്നു, ദിവസം വെച്ച് ശരീരം വിഘടിച്ചുകൊണ്ടിരിക്കുന്നു, അവസാനം മണ്ണിൽ പൂർണ്ണമായി ലയിക്കുന്നു. സൂറത്ത് താഹയുടെ 55-ാമത്തെ വചനത്തിലൊക്കെ പറയുന്നത് പോലെ മിൻഹാ ഖലഖനാക്കും, ഈ മണ്ണിൽ നിന്ന് പടച്ചു, വഫീഹാ നുഈദുക്കും, അതിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞാൽ 100% മടങ്ങും, 100% മണ്ണായി മാറും. അങ്ങനെ വരണ്ടുണങ്ങി, വർഷങ്ങൾ മഴ പെയ്യാത്ത വിധം വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരു മരുപ്രദേശം പോലെയാകുന്നു. പിന്നീട് ഫഖറജനാ മിൻഹാ, അതിൽ നിന്ന് ഈ സസ്യലതാദികൾ മുളക്കുന്നത് പോലെ മനുഷ്യനും പുനർജീവനം നടത്തുന്നു. കദാലിക്കൽ ഖുറൂജ്, ഇപ്രകാരമാണ് പുനരുത്ഥാനം. അപ്പോൾ ഈ പുനരുത്ഥാനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിധം അവതരിപ്പിക്കാൻ സൂറത്ത് ഖാഫിൽ അള്ളാഹു മഴയെ ഉപയോഗപ്പെടുത്തും. മഴയെക്കുറിച്ച് ഖുർആൻ്റെ ഒരു പ്രയോഗം ഗൈസ് എന്നാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, കാരുണ്യം, സഹായം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മനുഷ്യൻ മഴയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വല്ലദീ യൻസിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, മഴയില്ലാതെ വിഷമിച്ച് നിരാശപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്നതിന് ശേഷം പടച്ച റബ്ബ് മഴയെ വർഷിപ്പിക്കുന്നു, അതൊരാശ്വാസമായി വീഴുന്നു. വയൻഷുറു റഹ്മത്ത, ഈ മഴ വഴി അവൻ്റെ കാരുണ്യത്തെ അള്ളാഹു പരത്തുന്നു. വഹുവൽ വലിയുൽ ഹമീദ്. അപ്പം അള്ളാഹു സ്തുത്യർഹനാണെന്ന് അള്ളാഹു പറയണം. എന്തുകൊണ്ട്? അതിന് അവകാശമുണ്ടെന്ന് അള്ളാഹു തെളിയിക്കുകയാണ് മഴയെ മുന്നിൽ വെച്ചിട്ട്. എല്ലാ അർത്ഥത്തിലും നിരാശപ്പെട്ടിരിക്കുന്ന അവരുടെ മുമ്പിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. അങ്ങനെ അവൻ്റെ കാരുണ്യം ആകെ പരയ്ക്കുന്നു. തോടുകളിലും കുളങ്ങളിലും കിണറുകളിലും വെള്ളം നിറയുന്നു. എല്ലായിടത്തും ചെടികളും വള്ളികളും മറ്റു വസ്തുക്കളും മുളച്ചു വരുന്നു. സൂറത്ത് ഷൂറയുടെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് മഴയെക്കുറിച്ച് പറയുന്നത്.
പ്രപഞ്ച വ്യവസ്ഥകളെ കൃത്യമായി കൊണ്ടുപോകുന്നതിൽ മഴയുടെ കാര്യത്തെക്കുറിച്ച് സൂറത്ത് സുഹ്റുഫിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കാണാം. വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദർ, കൃത്യമായ രീതിയിൽ. പിന്നെ ഖുർആനിൽ തന്നെ ചില പരീക്ഷണം എന്ന രീതിയിൽ നിഅമത്തുകൾ മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സന്താനവും സമ്പത്തൊക്കെ അങ്ങനെ ആകുകയും ചെയ്യും അല്ലേ? ചിലപ്പോൾ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ചിലപ്പോൾ ഫിത്നയാകും. അപ്പം അള്ളാഹുവിൻ്റെ മഴയും ഈ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി അമിതമായി വർഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രളയങ്ങളുണ്ടാകും, ചിലപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും. അതേക്കുറിച്ച് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പൊതുവേ കാരുണ്യമായാണ് മഴ വരുന്നത്. മഴ ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു മുസ്ലിമിന് മാത്രം, അള്ളാഹുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളുടെ വീട്ടിൽ മാത്രം മഴ. അങ്ങനെ സംഭവിക്കാൻ പടച്ച റബ്ബ് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധ്യം. അപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ലൈനിട്ടതുപോലെ മഴ പെയ്യും, സ്കെയിൽ വെച്ചതുപോലെ. ഇപ്പുറത്തൊക്കെ മഴ, അപ്പുറത്തില്ല. ഇപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡ് കൂടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയല്ലോ വാർഡനുസരിച്ചാണ് ഇപ്പോൾ മഴയെന്നൊക്കെ. പഞ്ചായത്തിൽ ഒരു വാർഡിലൊക്കെ നല്ല മഴ ചെയ്യും, അപ്പുറത്തേക്ക് അങ്ങനെ ഇല്ല, ചിലയിടത്ത് തീരല്ല. സ്കൂളിൻ്റെ ഒരു വശത്ത് ഫുള്ള് മഴ, അപ്പുറത്തേക്ക് മഴയില്ലാതെ ചെറിയ ചാറ്റിലൊക്കെ കാണും, കുട്ടികൾ കളിക്കാൻ പറ്റും വിധത്തിലുള്ള അവസ്ഥ. അങ്ങനെ വരുമ്പോൾ മുസ്ലിമിൻ്റെ വീട്ടിൽ മാത്രം മഴ, മുസ്ലിമിൻ്റെ കിണറിൽ മാത്രം വെള്ളം, വേറെ ഏതെങ്കിലും മാനദണ്ഡം വെച്ച് ഒരു വിഭാഗത്തിൻ്റെ കിണറിൽ മാത്രം വെള്ളം എന്ന് തീരുമാനിക്കാൻ സർവശക്തനായ പടച്ച റബ്ബിന് സാധ്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്യലില്ല. ഭൗതിക വിഷയങ്ങളൊക്കെ അള്ളാഹു എല്ലാവർക്കും നൽകും. അത് ഒരുപോലെ നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. എന്തുകൊണ്ട്? ഒരുപോലെ എല്ലാ കാര്യവും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും. സമ്പത്തിൻ്റെ കാര്യം എടുക്കാം, എല്ലാവർക്കും ഒരുപോലെ സമ്പത്തുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ആരും ഉണ്ടാവില്ലേ? അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രത്യേകമായ താളക്രമം, ഒരു ഏറ്റവ്യത്യാസം തീർച്ചയായും ഉണ്ടാവണം. എല്ലാവരും ഒരേ ലെവലിലേക്ക് സാമ്പത്തികമായി എത്തിക്കഴിഞ്ഞാൽ നാട് തകരും, ആദർശം തകരും. അത് നടപ്പിലാവൂലേ? കമ്മ്യൂണിസ്റ്റൊക്കെ കണ്ട സ്വപ്നം അതായിരുന്നു, എല്ലാവരും ഒരേ ലെവലിലേക്ക് എത്തുക. അതിനുവേണ്ടിയാണ് സ്വകാര്യ സ്വത്ത് നിരോധിച്ചത് പോലും. പക്ഷെ അവരുടെ അടിസ്ഥാനപരമായ ഈ ഒരു ലക്ഷ്യം നേടാനാകാതെ അതുകൊണ്ട് തന്നെ അവരില്ലാതെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വകാര്യമായ സ്വത്തില്ലെങ്കിൽ പിന്നെ എന്തിനു അധ്വാനിക്കണം? തുല്യമായ രീതിയിൽ ഗവൺമെൻറ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം വിതരണം ചെയ്യുന്നുവെങ്കിൽ, അതിനപ്പുറമൊന്നും പറ്റൂലെങ്കിൽ എന്തിനധികം ഗവൺമെൻറ് നൽകിയ ഷെൽട്ടറിൽ ഒരു ചോർച്ച വന്നാൽ അത് സ്വന്തമായി തീർക്കാൻ പറ്റൂല, അത് അപേക്ഷ കൊടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ആൾ വന്നിട്ട് വേണം. പിന്നെന്തിനാ അധ്വാനിക്കുന്നു സമൂഹം ആലോചിക്കുന്നതിൽ? അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. അത്തരം ആദർശങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോലും പറ്റൂല. പക്ഷെ ഭൗതിക വിഭവം അള്ളാഹു എല്ലാവർക്കും നൽകും. അലന്തറ അന്നല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഖറജ്നാ ബിഹി സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹാ. സൂറത്തുൽ ഫാത്തിറിൻ്റെ 27-ാമത്തെ ആയത്തിൽ മറ്റൊരു അത്ഭുതമാണ് അള്ളാഹു പറയുന്നത്. ഒരേ ജലധാര വരും, പല മരങ്ങളും പല ചെടികളും അത് സ്വീകരിക്കും. പക്ഷേ പലതിലും ഉണ്ടാകുന്ന കായ്ഫലങ്ങൾ വേറെ വേറെ ആയിരിക്കും. കൈപ്പങ്ങയുടെ തൊട്ടടുത്ത് നമ്മളൊരു മാവും തൈ വയ്ക്കുക, അല്ലെങ്കിൽ മാവിലൂടെ തന്നെ കൈപ്പങ്ങയുടെ ലത വള്ളിയെ നമ്മൾ കയറ്റി വിടുക. ഒരു മുരടിൽ നിന്നാണ് രണ്ടും വെള്ളം സ്വീകരിക്കുന്നത്, ഒരു മുരടിൽ നിന്നാണ് രണ്ടും പോഷകം സ്വീകരിക്കുന്നത്. പക്ഷെ കൈപ്പങ്ങ കടുത്ത കയ്പായി മാറുന്നു, നേരെ മറിച്ച് മാമ്പഴം നല്ല മധുരമുള്ളതുമായി മാറും. ലോകത്തിന് ഏറ്റവും മധുരമുള്ള പഴം മാമ്പഴമാണെന്നാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാ മാങ്ങയാണോ എന്നല്ല, ചില പ്രത്യേക മാങ്ങകൾ. ഒരേ മുരടിൽ നിന്ന് ഒരേ കാലാവസ്ഥയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് ഉദാഹരണം പറഞ്ഞത്. മാവിൻ്റെ തയ്യിൽ പടർന്നു കയറിയ കയ്പവള്ളി, അതിലുണ്ടാകുന്ന ഫലം കടുത്ത കയ്പ്. ആ വള്ളിയെ താങ്ങി നിർത്തുന്ന മാവിലുണ്ടാകുന്നതോ ഏറ്റവും സ്ട്രോങ് മധുരം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? മഅ്മന ഷാഫി തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു യുക്തിവാദിയോട് മഹാനുഭാവൻ അങ്ങനെയാണ് അയാൾക്ക് അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഒരേ മഴ, ഒരേ പോഷകം, അവിടെ വളരുന്ന വിവിധ ചെടികൾക്ക് വിവിധ കായ്ഫലങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു?
എങ്ങനെ സംഭവിക്കുന്നത്? മുഖ്തലിഫൻ, ലൗന് വ്യത്യാസം, ടേസ്റ്റ് വ്യത്യാസം. അത് റബ്ബിൻ്റെ സംവിധാനമാണ്. അത് റബ്ബിൻ്റെ സംവിധാനമാണ്. അത് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഉണ്ടാവും. ആ ശാസ്ത്രീയമായ വിശദീകരണം പറയാൻ പറ്റുന്ന കാരണങ്ങൾ സൃഷ്ടിച്ചത് റബ്ബാണ്. എന്തുകൊണ്ട് കൈപ്പങ്ങ കഴിക്കുന്നു? അതിൽ ഇന്ന ഘടകം ധാരാളമുണ്ട്. എന്തുകൊണ്ട് മാങ്ങ മധുരിക്കുന്നു? അതിൽ ഇന്ന ഘടകം ധാരാളമുണ്ട്. അതതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം. എന്തുകൊണ്ട് അതിൽ ധാരാളമുണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. പടച്ച റബ്ബ് വിചാരിച്ചു മാവിൽ ഇങ്ങനെയാകണം, കയ്പവള്ളിയിൽ ഇങ്ങനെയാവണം. എന്നാൽ പുളി മരത്തിലുണ്ടാവുന്ന കായ ശരിക്കും പൊളിച്ചിരിക്കണം. ഈ വൈവിധ്യം ആവശ്യമാണ് മനുഷ്യന് ജീവിക്കാൻ. ചില ഫലങ്ങളുണ്ട്, അല്ലാഹു എല്ലാം കൂടെ അതിൽ സംവിധാനിക്കും. ചവർപ്പും കാണും, മധുരവും കാണും, അതോടൊപ്പം പുളിയുണ്ടാവും. അങ്ങനത്തെ ചില പഴങ്ങളുണ്ട്. അതാവശ്യമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമുക്ക് വളരെ കുറഞ്ഞ ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ, കൂടുതൽ ദോഷം ഉണ്ടായത്. അതിൽപ്പെട്ട ഒന്നാണ്, ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് വിവിധ രാജ്യങ്ങളിലെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റി. വിവിധ രാജ്യങ്ങളിൽ വളരുന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റി. ഈ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, കൃഷിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അപ്പം സൂചിപ്പിക്കാത്തത്, ബോധപൂർവ്വം മാറി നിൽക്കുന്നത്. ഒരു 10 സെൻറ്റിലൊക്കെ നമുക്ക് ആവശ്യമായ വിവിധങ്ങളായ ഫ്രൂട്ട്സുകൾ ശാസ്ത്രീയമായി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ധാരാളമായ റംബുട്ടാനുണ്ടാകും, ധാരാളം. ഈ ആവശ്യമില്ലാതെ ആന്തോറിയവും ഓർക്കിഡൊക്കെ സംരക്ഷിച്ച് സമയം കളയുന്നതിന് പകരം ചെടികളിൽ വളരുന്ന വിവിധങ്ങളായ മാവുകൾ, ഒരു മാവിൽ തന്നെ വിവിധങ്ങളായ ടേസ്റ്റുള്ള പഴങ്ങൾ, ബെഡിങ് വഴിയൊക്കെ, ഇതൊക്കെ നമ്മൾ മുന്നിൽ നിന്ന് ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ ഇടാതെ അവിടെയൊക്കെയും നമുക്ക് ആവശ്യമായ, മറ്റ് ജന്തുക്കൾക്ക് ആവശ്യമായ, നമ്മുടെ അയൽവാസികൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. അത് മനുഷ്യൻ ചെയ്യുന്ന ഒരു നന്ദിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അള്ളാഹു നൽകിയ മഴയും ഭൂമിയും അനുഗ്രഹങ്ങളെ ഈ വേണ്ട വിധം ഉപയോഗപ്പെടുത്താതെ നന്ദികേട് ചെയ്യുന്നവരായി നമ്മൾ മാറും. ജീവന്റെ ഉദ്ഭവം തന്നെ മഴയിലാണെന്ന് ഖുർആൻ, അല്ലെങ്കിൽ വെള്ളത്തിലാണെന്ന് ഖുർആൻ പറയും. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. സൂറത്തുൽ അംബിയയിൻ്റെ 30-ാമത്തെ വാക്യമാണ്. അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ജീവന്റെ ഉദ്ഭവം ഉണ്ടാകുന്നത് സമുദ്രത്തിലാണെന്ന് ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയും പറയുന്നു. ഒരു അമീബയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. അതന്നെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്നൊന്നും ഞാൻ പറയണില്ല. മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജീവന്റെ അടിസ്ഥാനം വെള്ളമാണെന്ന് പറയാം. അതൊന്നും അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പരമ്പരകൾ മാറിക്കൊണ്ടിരിക്കുന്ന, പ്രജനനം നടക്കുന്നത് അവരുടെ ഈ ബീജം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകമായ ദ്രാവകത്തിൽ നിന്നാണെന്ന് പറയാം. നമുക്കറിയാലോ, ബീജത്തിൻ്റെ ഉത്ഭവം വൃഷ്ണത്തിൽ നടക്കുന്നു. എന്നിട്ട് വിവിധങ്ങളായ ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു പ്രത്യേകമായ ഫ്ലൂയിഡിൽ അത് നമ്മുടെ ഈ നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് ഒരു 3-4 ആ സ്റ്റെപ്പ് ആ നട്ടെല്ലിൻ്റെ മുകൾ ഭാഗത്ത് പ്രത്യേകമായി ഇത് ശേഖരിക്കപ്പെടുന്നു. പിന്നെ അവിടെ നിന്നാണ് ഇത് പുറത്തു വരുന്നത്. അതുകൊണ്ട് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്ന് ഖുർആൻ പറയുന്നത്. ബീജത്തിൻ്റെ ഉത്ഭവം വൃഷ്ണത്തിലാണ്. പിന്നെ സെമിനൽ വെസിക്കൽ വഴി അത് മേലേക്ക് കയറിപ്പോകുന്നു. പ്രത്യേകമായ രീതിയിൽ അത് സൂക്ഷിക്കപ്പെടുന്നു. അതിലേക്ക് വിവിധങ്ങളായ ഫ്ലൂയിഡുകൾ കൂടിച്ചേരുന്നു. അങ്ങനെയാണ് ഈ സ്രവിക്കുന്ന ഒരു രേതസ്സായിട്ട് ഇത് മാറുന്നത്. ഇതിൽ നിന്നാണ് ജീവികൾ ഉത്ഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജീവിവർഗത്തിൻ്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്, ദ്രാവകത്തിൽ നിന്നാണെന്ന് പറയാൻ പറ്റും. എന്തായാലും മനുഷ്യന് വെള്ളം, അല്ലെങ്കിൽ മറ്റ് ജീവികൾക്ക് വെള്ളമില്ലാതെ ജീവൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ജീവന്റെ അടിസ്ഥാനം വെള്ളമാണെന്ന് പറയുന്നു. അള്ളാഹു നൽകുന്ന നിയമത്തുകളെ ഓർക്കണം നമ്മൾ. അതിനുവേണ്ടി പ്രത്യേകം നന്ദി ചെയ്യണം. അതുകൊണ്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകമായി പ്രാർത്ഥന നടത്താനും, പ്രത്യേകം പ്രാർത്ഥനകൾ തന്നെ റസൂൽ പഠിപ്പിച്ചു. ഇസ്തിഗ്ഫാർ നടത്താൻ, നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നത് പ്രത്യേകം സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാണത്? അള്ളാഹു നിയമത്ത് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങാനും നമ്മൾ വിചാരിച്ച തലത്തിലല്ലാതെ വന്നാൽ
മൊത്തം വെള്ളമെടുത്തു പോയാൽ, നമ്മുടെ പറമ്പും നമ്മുടെ ഭൂമിയും നമ്മുടെ വീടും സംവിധാനങ്ങളും വാഹനങ്ങളും എല്ലാം ജലം കൊണ്ടുപോയാൽ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കേണ്ടി വരും. സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ, ബന്ധു ഒഴുകിപ്പോകുന്നത് ദുഃഖത്തോടുകൂടെ കണ്ടു നിൽക്കേണ്ടി വരും. അപ്പോൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാർ നടത്തിയാൽ വെള്ളം കിട്ടുമെന്ന് ഖുർആനിലുണ്ട്. അതോടൊപ്പം വെള്ളം ധാരാളമായി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തൽ പ്രത്യേകം പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഏത് നിയമത്തിനും നന്ദി കാണിക്കണം, അതിൻ്റെ ഭാഗമാണിത്. സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 10-11 വാക്യങ്ങളിൽ അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സമാ അലൈക്കും മിദ്റാറ എന്ന് കാണാം. നമുക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, എങ്കിൽ അള്ളാഹു കാരുണ്യവാനാകും, അവൻ പുറത്തു തരും, അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇസ്തിഗ്ഫാർ. നമ്മൾ വിശുദ്ധരാകുന്ന സമയത്ത് അള്ളാഹുവിന് പ്രത്യേകമായി പ്രീതി ഉണ്ടാകും. അങ്ങനെ സംപ്രീതനാകുമ്പോൾ അവൻ നമുക്ക് ആവശ്യമായ നിയമത്തുകൾ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നല്ല മക്കളെ കിട്ടും, കൃഷി കിട്ടും, സമ്പത്തുണ്ടാവും എന്നൊക്കെ ഇതിൻ്റെ ബാക്കി ആയത്തുകളിൽ കാണാം. അതുകൊണ്ടാണ് ചില മഹാന്മാരുടെ അടുത്തേക്കൊക്കെ ചിലർ വന്ന് കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ഇസ്തിഗ്ഫാർ എടുത്താൻ പറയണത്. ഒരാൾ വന്നിട്ട് കൃഷിയൊന്നും ക്ലിക്കാവുന്നില്ല, ഇസ്തിഗ്ഫാർ എടുത്തു. ഒരാൾ വന്നിട്ട് ജലമില്ല, അല്ലാതെ ജലദൗർലഭ്യം, ഇസ്തിഗ്ഫാർ എടുത്തു. ഇങ്ങനെ പറയുന്നതിനൊക്കെ ഇസ്തിഗ്ഫാർ. അവസാനം ഗതികെട്ട് ശിഷ്യന്മാർ ചോദിക്കേണ്ടത് എന്താ വേറെ ഐഡിയ ഒന്നുമില്ലേ, എന്തിനും ഇസ്തിഗ്ഫാർ. ആ സമയത്ത് അവരെ ഓതി കൊടുക്കുന്നത് ഈ ആയത്താണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു ഗഫൂറുമാകും. അങ്ങനെ അള്ളാഹു പുറത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളിൽ സംപ്രീതനാകും. പിന്നെ നമ്മുടെ ആവശ്യം കുട്ടിയാണെങ്കിൽ അത് കിട്ടും, സമ്പത്താണെങ്കിൽ അത് ലഭിക്കും, വെള്ളമാണെങ്കിൽ അതുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഇസ്തിഗ്ഫാറും മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെടുത്തിയും ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേറെ പ്രാധാന്യത്തോടുകൂടെ സൂറത്തുൽ ഫുർഖാൻ്റെ 48-ാമത്തെ വാക്യത്തിൽ വൻസൽനാ മിനസ് സമാഇ മാഅൻ ത്വഹൂറ, ശുദ്ധമായ വെള്ളം ഇറക്കിയെന്നാണ്. അതുകൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും, കഴുകി വൃത്തിയാക്കാൻ പറ്റും, കുളിക്കാൻ പറ്റും, ഡ്രസ്സ് അലക്കാൻ പറ്റും. വാജിബായി നിർവഹിക്കേണ്ട ചില ശുദ്ധീകരണങ്ങൾ, നിസ്കാരത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഉളു എടുക്കൽ, വലിയ ശുദ്ധി സംഭവിച്ചാലുള്ള കുളി, ഇതിനൊക്കെ വെള്ളം ഉപകാരപ്പെടും. അതുകൊണ്ട് വെള്ളം സംരക്ഷിക്കൽ മതപരമായ ബാധ്യത കൂടെയാണ്. കാരണം വെള്ളമില്ലെങ്കിൽ നമ്മുടെ ഈ ചടങ്ങുകളൊന്നും നടക്കൂല. വെള്ളമില്ലാത്തടത്ത് എന്ത് ചെയ്യണം, അതിന് മതത്തിന് പ്രത്യേകമായ ആനുകൂല്യങ്ങളും നിയമങ്ങളും വേറുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷെ വെള്ളം ഉണ്ടെങ്കിലേ ഇതൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴക്കൊയ്ത്ത് കേവലം ജീവനോപാധിയുടെ ഭാഗമല്ല, അവൻ്റെ വിശ്വാസ കർമ്മ സംരക്ഷണത്തിൻ്റെ കൂടെ ഭാഗമാകുന്നു. അതുകൊണ്ട് നല്ല നിയത്തും വെച്ച് നമ്മൾ മഴയിലേക്ക് ഇത്തരം പ്രവർത്തികളുമായി ഇറങ്ങിയാൽ ഓരോ നിമിഷത്തിനും പുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷത്തിനും പുണ്യം കിട്ടിക്കൊണ്ടിരിക്കും. ജലസംരക്ഷണം കരുതിയാണ് ഞാൻ ഈ കുഴി കുഴിക്കുന്നതെന്നും കരുതിയിട്ട് നമ്മൾ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചാണ് വരുന്നത്, വെറുതെ തിന്നാൽ അതിൻ്റെ പോഷണം നമുക്ക് ആഗിരണം ചെയ്താൻ പറ്റിയെങ്കിൽ അതായി വിശപ്പ് മാറും. അതിനെ വെച്ച് നല്ലൊരു നിയത്തും വെച്ചാണെങ്കിലും അത് ഇബാദത്തായി മാറും. നമ്മൾ എഴുന്നേൽക്കുന്നത് സ്വാഭാവികമായി ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതാണ്. അൽഹംദുലില്ലാഹി എന്നൊക്കെ പറഞ്ഞ് ദിക്ർ ചൊല്ലി എഴുന്നേറ്റ് പടച്ച റബ്ബേ ഇന്നത്തെ ദിവസം മൊത്തം ഊർജ്ജസ്വലനാവണം, ദീനിനും ദുന്യാവിനും ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം, അതിനു വേണ്ടിയാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന രീതിയിൽ ചിന്തിച്ച് നിയത്തും വെച്ച് എഴുന്നേറ്റാൽ പിന്നെയുള്ള ഓരോ നിമിഷവും നമുക്ക് പ്രതിഫലം ലഭിക്കും. ഒരാൾ ഡ്രൈവറാണ്, അയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ അധ്യാപകനാണ്, അയാൾ അധ്യാപനം നിർവഹിക്കുന്നു. ഒരാൾ ഡോക്ടറാണ്, അദ്ദേഹം കൺസൾട്ടിങ് നടത്തി ഔഷധം നൽകുന്നു. ഇതൊക്കെ അവരുടേതായ ജീവിതോപാധികളാണ്. അതിനപ്പുറം പടച്ച റബ്ബേ എൻ്റെ ഈ ചികിത്സ കൊണ്ട് കുറേ ആളുകൾക്ക് സുഖം പ്രാപിക്കണം, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് കുറേ ആളുകളുടെ ജീവിതം ധന്യമാവണം, ഞാൻ അധ്യാപനം നടത്തിയതുകൊണ്ട് കുറേ കുട്ടികൾക്ക് വിദ്യ കിട്ടണം, ഈ രീതിയിൽ നിയത്തും വെച്ചായാൽ പിന്നെ നമ്മൾ ക്ലാസ് കയറി പിരീഡ് കഴിഞ്ഞിറങ്ങുന്നത് വരെ ഇബാദത്തിലാണ്. നമ്മുടെ പരിശോധനാ റൂമിൽ കയറി നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങുന്നത് വരെ ആരാധനയിലാണ്. അപ്പം ജലക്കൊയ്ത്ത്
കേവലം ഒരു ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണം മാത്രമല്ല, നമ്മുടെ ആരാധനകളുടെയും മതത്തിൻ്റെ ഇബാദത്തുകളുടെയും സംരക്ഷണം കൂടെയാണ്. അതുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ ചിലപ്പോൾ പരീക്ഷണമാകും. ഫതഹ്നാ അബ്വാബ സമാഇ ബിമാഇൻ മുൻഹമിർ വഫജ്ജർനാ അൽ-അർള ഉയൂനൻ ഫഅൽഖൽ മാഅ അലാ അംരിൻ ഖദ് ഖുദിർ. നൂഹ് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഖമറിൻ്റെ 11-12 വചനങ്ങളിൽ അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്. ഭൂമിയുടെ വാതിലുകൾ തുറന്നിട്ടു, ഒന്നിച്ച് വെള്ളം പ്രളയമായി തീർന്നു. അപ്രകാരം ആകാശത്തിൽ നിന്ന് തുരുതുരാ വെള്ളം വന്നു. ബാഷ്പീകരണം വഴി കയറിപ്പോയത് മാത്രമൊന്നുമല്ല വെള്ളമായിട്ട് വരുന്നത്. അന്തരീക്ഷത്തിൽ കോമറ്റുകൾ എന്ന് പറയുന്ന വലിയ ഐസിൻ്റെ കട്ടകളുണ്ട്. കട്ടകൾ എന്ന് പറഞ്ഞാൽ മലകൾ. അത് അലിഞ്ഞും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. നബിയുടെ കാലത്തെ മഹാപ്രളയത്തിന് അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും പ്രത്യേകമായിട്ടാണ് തുറന്നു വിട്ടു. നേരത്തെ നമ്മൾ പറഞ്ഞു ഖദറിലാണ് ഇത് ഇറങ്ങുക, പ്രത്യേകമായി കണക്കില്ലാതെ വന്നു. അതുകൊണ്ടൊരു പുൽനാമ്പ് കാണാത്ത വിധം ജലം മൂടി നിന്നു. അത് പരീക്ഷണമായി. അപ്പോൾ അതുകൂടെ നമ്മൾ ഓർക്കണം. വെള്ളം മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ പരീക്ഷണമാകും. അതുകൊണ്ട് മഴക്കാലം തുടങ്ങുകയാണ്. മഴയുടെയും വെള്ളത്തിൻ്റെയും പ്രസക്തി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിനെ മതപരമായി നമ്മൾ കാണുക. അങ്ങനെ വരുമ്പോൾ മതപരമായി കാണണമെന്നൊക്കെ പറയുമ്പോൾ വർഗീയത എന്ന് കരുതണ്ട. അങ്ങനെ വരുമ്പോൾ വിശ്വാസിക്ക് ജലസംരക്ഷണത്തിന് കൂടുതൽ ആർജവമുണ്ടാവും, ആവേശമുണ്ടാവും. അതവൻ്റെ പരലോകത്തിൻ്റെ മോചനത്തിൻ്റെ ഭാഗം കൂടെയായി മാറും. അപ്പോൾ മഴയെയും അള്ളാഹുവിൻ്റെ മറ്റനുഗ്രഹങ്ങളെയും വേണ്ട വിധം ഉപയോഗപ്പെടുത്തി ദുനിയാവിനും ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും നല്ല ഉപകാരങ്ങൾ നൽകി റബ്ബ് പറഞ്ഞ യഥാർത്ഥ വിശ്വാസിയായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ശ്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകമായി ദുആ ചെയ്യാനുള്ളത്, നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരൻ, അത്യാവശ്യം വയസ്സായൊരു കാരണവരാണ്. മൂപ്പരുടെ കാലിൻ്റെ മുട്ടുമാറ്റി വെക്കൽ സർജറി നടക്കുകയാണ് ഇന്ന് മഞ്ചേരിയിൽ. അതേ 4 ദിവസം മുന്നേ ഇന്നെന്തായാലും ക്ലാസ് ഉണ്ടാവണം കേട്ടോ എന്ന് അറിഞ്ഞിരുന്നു. കാരണം നമ്മുടെ സദസ്സിൽ വെച്ച് ദ്വാരക്കാൻ വേണ്ടി. മഴ കാരണം നമ്മുടെ സദസ്സ് ശുഷ്കാണ്. എന്നാൽ പോലും അള്ളാഹു അദ്ദേഹത്തിന് പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ഇന്ന് രാവിലെയും അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ ചികിത്സ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. വിഷമിച്ചാണ് അയാൾ നടന്നു വരല്. കാലിൻ്റെ മുട്ടിങ്ങനെ വൈഡായി നല്ല രീതിയിൽ നടക്കാനും ജീവിത സന്ധാരണ മാർഗങ്ങളിൽ ഏർപ്പെടാനും അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ഏതൊക്കെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിൻ്റെ മഹദ ഫദ്ല കൊണ്ട് ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള, ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് നൽകി രോഗങ്ങളൊക്കെ പൂർണ്ണമായി സുഖപ്പെടുത്തി അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.